കോൺഗ്രസിന്റെ യൂണിറ്റ് പ്രസിഡന്റുമാർ, ഭാരവാഹികൾ, ബൂത്ത് പ്രതിനിധികൾ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ വേദിയിലേക്ക് കടന്നു വരുന്ന അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സ്വാഗതത്തിന് ശേഷം ഓഗസ്റ്റ് 15-ന് ഒരു പദയാത്ര നടത്തണമെന്ന് ഈ പറയുന്ന എറണാകുളത്ത് നടത്തപ്പെടുന്ന കൺവെൻഷൻ. ഇപ്പൊ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിലേക്ക് നിങ്ങളൊക്കെ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിന് നമുക്ക് കിട്ടിയ രൂപീകരണം നടന്നുകൊണ്ടേയായിരുന്നു. ഓഗസ്റ്റ് 9-ന് രൂപീകരിക്കും. സമരങ്ങൾക്ക് ആവശ്യമാകുമ്പോൾ സമരങ്ങൾ, കോവിഡ് പോലുള്ള മഹാമാരിയിൽ സാന്ത്വനം ആവശ്യമാകുമ്പോൾ സാന്ത്വന പ്രവർത്തനങ്ങളുമായി ഈ രാജ്യത്തെ എതിരാളികൾ പോലും ഓക്സിജൻ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ച നമ്മുടെ എല്ലാവരുടെയും സ്വകാര്യ അഭിമാനമായ അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ വി ശ്രീനിവാസ് അവർ, ഏറെ ബഹുമാന്യനും ആദരണീയനുമായ യൂത്ത് കോൺഗ്രസിന്റെ ചുമതല വഹിക്കുന്ന KPCC ഉപാധ്യക്ഷൻ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ ശ്രീ വി ബൽറാം, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ, ഏതൊരു ഒരു വാക്കുകൂടി പറയാതെ പ്രവർത്തിയില്ല. യൂത്ത് കോൺഗ്രസിന്റെ അസംബ്ലിയിൽ ആകെ 196 ബൂത്തുകളാണ്. ആ 196 ബൂത്തുകളിൽ നിന്നും ഓരോ പ്രതിനിധികളെ വെച്ച് പങ്കെടുപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അഭിമാനത്തോടുകൂടി ആ 196 ബൂത്തുകളിൽ പ്രതിനിധികൾ വളരെ സ്നേഹത്തോടെ അഭിവാദം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പരിപാടി നടന്നു തീരുമാനിച്ചപ്പോൾ ഞങ്ങളെല്ലാം നിരന്തരമായ കൂടിയാലോചനകളിലൂടെ KPCCയുടെ ഉപാധ്യക്ഷനിലൂടെ ഞങ്ങളെല്ലാം നിരന്തരമായ കമ്മ്യൂണിക്കേഷനിലൂടെ എന്ത് പരിപാടി സംഘടിപ്പിക്കണം എന്ന് ആലോചിച്ചപ്പോഴാണ് ഞങ്ങളൊരു പരിപാടിയിലേക്ക് പോകുന്നത്. ഏറ്റവും എളുപ്പമുള്ളത് എല്ലാ നിയോജകമണ്ഡലത്തിലും കൺവെൻഷൻ നടത്തി പോവുകയാണ്. കൺവെൻഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഓരോ അസംബ്ലിയിലും 100-300-500 ആളുകളൊക്കെ സംഘടിപ്പിക്കാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ അതിനപ്പുറം ഒരു പരിപാടിക്കപ്പുറം ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആകുന്ന ഒരു സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമാകാം എന്ന തീരുമാനത്തിലാണ് ചരിത്രത്തിൽ ആദ്യമായി യങ് ഇന്ത്യ എന്ന പേരിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നേരിട്ട് വന്ന് നേതൃത്വം കൊടുക്കുന്ന ബൂത്ത് തല നേതാക്കന്മാരുടെ യോഗം സംഘടിപ്പിക്കുന്നു. ചരിത്രത്തിൽ ആദ്യം എന്ന് പറയുമ്പോൾ ഇതിനു മുൻപുള്ള യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികൾ, പഴയകാല യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികൾ മോശമായിരുന്നു എന്നല്ല. ഇതിനു മുൻപുള്ള യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികൾക്കൊന്നും അങ്ങനെ ബൂത്ത് തലത്തിൽ അവരുടെ നേതൃത്വം കൊടുക്കേണ്ടുന്ന, അവരുടെ നേതൃത്വത്തിൽ നേതൃത്വം കൊടുക്കേണ്ടുന്ന ബൂത്ത് തല കമ്മിറ്റികൾ രൂപീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിരുന്നു, ഈ കാസർഗോഡ് ജില്ലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു MLA ഉണ്ടായിട്ട് ഏതാണ്ട് 30 വർഷത്തിലധികമാണ്. 30 വർഷത്തിൽ ഏറ്റവും ലീഗലായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ UDFന്റെ മലമാരുണ്ടായിരുന്നു. പക്ഷെ അതേ കാസർഗോഡ് ജില്ലയിൽ തന്നെയാണ് കഴിഞ്ഞ 2 ടേമുകളായി 10 വർഷത്തിലേക്ക് പോകാൻ പോവുകയാണ്. കാസർഗോഡ് നൽകിയാൽ UDFുകാരായ കോൺഗ്രസ്സുകാരെ ആത്മഹത്യ തന്നെ ജയിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ വലിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടത് പുതുവയിൽ അവസാനമായി ജയിച്ചത് 987-ലാണ്. ആ പുതുവയിൽ 2024 ആണ്ടിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ശ്രീ രാജ്മോഹൻദാന്റെ ഭൂരിപക്ഷം 11,000 വോട്ടുകളിലേതായി. അതായത് താഴെത്തട്ടിലെ സന്ദേശം വ്യക്തമാണ്. ജനങ്ങൾ കൈ അടയാളത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക്, UDFന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുവാൻ തയ്യാറാണ്. എവിടെയോ ഒരു ജനങ്ങളുമായിട്ടുള്ള ഒരു കണക്റ്റിന്റെ പ്രശ്നം കൊണ്ടാണ് പല സീറ്റുകൾ നമ്മൾ പരാജയപ്പെടുന്നത് എന്നുള്ളതാണ് കാസർഗോഡ് ജില്ലയിലെ 4ാം അസംബ്ലി പൂർത്തീകരിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന സന്ദേശം. ആ കണക്ട് വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ വളരെ പ്രബോധരാണ്. ഒരു കാര്യം ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അയോധ്യ കഴിഞ്ഞ 5 വർഷക്കാലമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഏറ്റവും നേതാവ് ഡോക്ടർ ഖാദർ മംഗാടൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ഉപാധ്യക്ഷൻ ശ്രീ അഭിൽ കോടിയാൽ, ശ്രീ OJ ജനീഷ്, അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ കേരളത്തിന്റെ ചുമതലയുള്ള സെക്രട്ടറി പ്രിയപ്പെട്ട പുഷ്പലതാജി, കേരളത്തിൽ നിന്നുള്ള നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായ നമ്മുടെ സഹോദരൻ, കേരളത്തിൽ നിന്നുള്ള അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി, തമിഴ്നാടിന്റെ ചുമതലക്കാരനുമായ ശ്രീ വൈശാഖ് നാരായണസ്വാമി, കോൺഗ്രസിന്റെ മികവുറ്റ സംഘടനാ പ്രവർത്തനമാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ആ പ്രദേശം वुमेन के लिए भी रिजर्वेशन आप लोगों को उसमें देखना चाहिए. और इन लोगों के लिए टास्क जो ट्रेनिंग सेशन है, ट्रेनिंग मंडलम वाइज ट्रेनिंग कंपलसरी आप लोग ये कमेटी बनाने के बाद मंडल लेवल ट्रेनिंग ऑर्गेनाइज करना. उन लोगों के लिए मंडल से 5 लोग 10 लोगों को आइडेंटिफाई करके एक ट्रेनिंग टीम बना के जो सीनियर हमारा
कांग्रेस लीडर्स है और अच्छे वॉरियर्स है, उन लोगों के और सेवा दल का भी साथी को साथ में लेके एक अच्छा ट्रेनिंग कंडक्ट करने का काम आप लोगों को करना। और साथ में मेन जो चीज है, एवरी मंथ मंडलम में 1 तारीख से 5 तारीख के अंदर मंडलम मीटिंग कंपल्सरी होना चाहिए। 1 तारीख से 5 तारीख एवरी मंथ मंडलम मीटिंग शुड हैव टू कंप्लीट। जो मंडलम मीटिंग में आप लोग ने जो रेजोल्यूशन करेगा, लोकल इशू जो भी है, उस इशू पे आप लोग ने डिस्कस करना और पूरा महीने में कौन सा मंडलम कौन से बूथ में अच्छा काम किए उसके रिव्यू होना जरूरी है। जो आप लोग ने अभी ऐप बिल्ड किया है, उस ऐप में जो परफॉर्मेंस किया है उनको रिवार्ड मिलना चाहिए। जो भी अच्छा काम किया है, अच्छा परफॉर्म किया है, संगठन में मजबूत करने का काम किया, उनका एवरी मंथ कौन से मंडल में अच्छा काम किया, कौन से ऑफिस में ऐप को ऑलरेडी बिल्डअप किया है, उसमें जरूरी पूरा केरला स्टेट में सारा 140 असेंबली में भी पता होना चाहिए कौन काम किया कौन नहीं किया। इसमें आप लोगों को थोड़ा उसको सीरियसली मेंशन करना जरूरी है। और ऐसे कैंपेन है ड्रग्स अगेंस्ट, जो कैंपेन आप लोग ने चला सकते, जो भी आप कमिटी उसमें आप लोग ने लोगों को जो काम देगा, प्रोग्राम्स देगा, फंक्शनल रोल, इनको भी टेरिटोरियल रोल डिस्ट्रीब्यूट होना चाहिए मंडलम लेवल से। और जो मंडलम कमिटी ऑफिस बेरर है उनको भी बूथ लेवल तक उनको टेरिटोरियल इंचार्ज और फंक्शनल रोल उनको भी डिस्ट्रीब्यूट होने से क्या होगा, पूरा एकदम से आपको ഞങ്ങളൊക്കെ വീണ്ടും ഒരു ചിരിയിൽ ഒഴുകുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഏറ്റവും കണ്ണൂരിലുണ്ടായ വിവാദവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഏറ്റവും ക്രൂരമായി എനിക്ക് തോന്നിയ അതിൽ വെളിപ്പെടുത്തലുകളൊന്ന്, അപ്പൊ ഞാനും അവരും പ്രസിഡന്റ് ഉപാധ്യക്ഷനും ഞങ്ങൾ തമ്മിൽ അഭിപ്രായം ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളാണ്, സുഹൃത്തുക്കളാണ്. അത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർക്കാറുണ്ട്. അവൻ എന്നെ കൊല്ലാനായി രാജ്യത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു കൊട്ടേഷൻ സംഘത്തിൽ കൊട്ടേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ഏതൊരു വിഭാഗീയതയെ കണ്ടെന്ന് പറയാൻ കഴിയുന്നത്. കണ്ണൂരിൽ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന വ്യക്തി അയാളുടെ കുറ്റകൃത്യം കണ്ടുപിടിച്ചതിന്റെ ഭാഗമായിട്ട് അയാളുടെ ജില്ലാ പ്രസിഡന്റിനെ ആകാശ നിലയിലെപ്പോൾ ഒരു കുറ്റവാളിക്ക് കൊട്ടേഷൻ കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ അത്തരം പ്രസ്ഥാനങ്ങളിൽ നാട്ടിൽ നടക്കുമ്പോൾ ലഹരി കടത്തുകാരായി, മദ്യമാഫിയായി, കഞ്ചാവ് കടത്തുകാരായി, MDMA കടത്തുകാരായി, ഏറ്റവും ഒടുവിൽ സ്വർണ്ണ കടത്തുകാരും സ്വർണ്ണം പൊട്ടിക്കലുകാരുമായി മറ്റ് സംഘടനകളിൽ നാട്ടിൽ പ്രവർത്തിക്കുമ്പോൾ അഭിമാനത്തോടുകൂടി പറയുവാൻ കഴിയും, എന്റെ പ്രസ്ഥാനം അങ്ങനെ ഒരു ചെയ്തികളെയും പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. ഈ പ്രസ്ഥാനം ഗാന്ധിയെ, ഈ പ്രസ്ഥാനം നെഹ്റുവിനെ കൊടുക്കപ്പെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രദേശാത്മക പ്രസ്ഥാനമാണ് എന്ന് അഭിമാനത്തോടുകൂടി തന്നെ പറയാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വീട്ടിൽ പോയി 18 വയസ്സ് പൂർത്തീകരിക്കുന്ന ഒരാളെ യൂത്ത് കോൺഗ്രസിലേക്ക് ക്ഷണിക്കാൻ യാതൊരുവിധമായ സങ്കോചത്തിന്റെയും ആവശ്യമില്ല. നമ്മൾ ഇത്തരത്തിൽ ഒരു ചെയ്തികൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് അഭിമാനത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് പോയി ഒരാളെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമാക്കാം. കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഒക്കെ തിരിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ്. നമുക്ക് പ്രതിപക്ഷ നേതൃത്വം വഹിക്കുന്ന സംഖ്യയെങ്കിലും കിട്ടുമോ? കഴിഞ്ഞ തവണത്തെ 50 സീറ്റുകൾ ഇത്തവണ കിട്ടുമോ എന്ന് ചോദിച്ചപ്പോഴാണ് നമ്മൾ അതിശക്തമായ മുന്നേറ്റം ഉണ്ടാക്കി ഈ ഗവൺമെന്റ് രൂപീകരണത്തോടടുത്തുള്ള ഒരു പ്രതിപക്ഷമായി നിലനിൽക്കുന്നത്. ഈ നിമിഷം വേണമെങ്കിലും ഇന്ത്യ മുന്നണി വിചാരിച്ചാൽ, ശ്രീ രാഹുൽ ഗാന്ധി വിചാരിച്ചാൽ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുവാൻ ഇന്ത്യ മുന്നണിക്ക് രാഹുൽ ഗാന്ധിക്ക് കഴിയും. അത് നമ്മൾ ചെയ്യാത്തത് ഈ രാജ്യത്ത് നമ്മൾ സ്ഥാപിച്ച ജനാധിപത്യത്തോടുള്ള നമ്മുടെ ബഹുമാനം, നമ്മൾ ശക്തമായ പ്രതിപക്ഷമായി ഈ രാജ്യത്ത് തുടരുകയാണ്. എന്ന് പറഞ്ഞ 400-ലധികം സീറ്റുകളുമായി അധികാരത്തിലേക്ക് വരുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയെ, ആ പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും 1,00,000-ലധികം വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷത്തിൽ 4 തവണ വരെ പിന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ മാത്രം കടന്നുകൊണ്ടുപോകാൻ അനുവദിച്ചിട്ടുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, ഈ രാജ്യത്തിന്റെ ചിത്രം മാറുകയാണ്. ഈ രാജ്യം ഒരു പുതു ചരിത്രത്തിൽ തുടക്കം കുറിക്കുമ്പോൾ ആ ചരിത്രത്തിന്റെ മുംബൈയിൽ നിന്നുള്ള പതാകവാഹകരാകുവാനുള്ള അവസരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാളുകൾ നമുക്കുള്ളതാണ്. അത് ഈ രാജ്യത്തും ഈ സംസ്ഥാനത്തും നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി 18 സീറ്റുകൾ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ട് എങ്കിൽ ആ 18 സീറ്റുകളുടെ വിജയത്തിന്റെ സന്തോഷത്തേക്കാൾ നമ്മളെ നോക്കിക്കുന്നത് ആ ഒരു സീറ്റിൽ തൃശ്ശൂരിൽ നമ്മൾ BJP-യോട് പരാജയപ്പെട്ട ആ വേദനയും പോലെയാണ് നമ്മൾ ഈ സംഘടനാ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 114 നിയമസഭാ മണ്ഡലങ്ങളിൽ നമ്മൾ 1ാം സ്ഥാനത്താണെങ്കിൽ അതിന്റെ ആഘോഷത്തേക്കാൾ നമുക്ക്
തന്നെ ചെയ്യും. നാളുകൾ നമ്മുടേതാണ്. ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, ഈ ഇന്ത്യ മഹാരാജ്യത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ നരേന്ദ്രമോദി ഈ വിധേന മുട്ടുകുത്തിച്ചിട്ടുണ്ട് എങ്കിൽ 2026 ആണ്ടിൽ ഇതം കടന്ന പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മോദിയെ ഈ നാട്ടിൽ നിന്ന്, സർക്കാരിൽ നിന്ന്, അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്ന ദിവസം വരെ ഒരു കോൺഗ്രസിന് സംഘടനാപരമായ സമരത്തിൽ നിന്ന് ഒരേ പോലും പിന്നോട്ട് പോകുവാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഒരറ്റത്ത് നമ്മൾ സംഘടനാ പ്രവർത്തനത്തിന്റെ താഴെത്തട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നാളെ അഭിമാനത്തോടുകൂടി പറയുന്നു, യുവജന കമ്മീഷനെ സ്വർണ്ണക്കടത്ത് കമ്മീഷൻ പറ്റിൽ ഏജൻസിയായി മാറ്റിയിരിക്കുന്ന കമ്മീഷൻ ചെയർമാനുകളായിട്ട് തിരുവനന്തപുരത്ത് ശക്തമായ യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങളുണ്ട്. ഒരു വശത്ത് സംഘടനാ പ്രവർത്തനം, ഒരു വശത്ത് സാമൂഹിക പ്രവർത്തനം, മഴക്കാലക്കെടുതി അനുഭവിക്കുന്ന മനുഷ്യന്മാർക്ക് അടക്കം സമാജമായി പോകുന്ന സാമൂഹിക പ്രവർത്തനങ്ങൾ അതേ സമയത്ത് ശക്തമായ സമരപരിപാടികളുമായി നമ്മൾ മുന്നോട്ട് പോകും. അതിന് എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരുടെയും വലിയ തോതിലുള്ള പിന്തുണയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ അത്തരത്തിലുള്ള എല്ലാ പിന്തുണയ്ക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുവാൻ വെൽക്കം Youth Congress National President Shri V.V. Srinivas Ji to inaugurate this Young India statewide campaign. Thank you. മണ്ഡലം ഹിന്ദുമത വിശ്വാസികൾക്ക് വലിയ ഭൂരിപക്ഷമുള്ള മണ്ഡലം. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ പാർലമെന്റിൽ വരാൻ നരേന്ദ്രമോദി മറന്നപ്പോൾ പോലും 13 തവണ മുടക്കമില്ലാതെ സന്ദർശിച്ച മണ്ഡലം. ആ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവിടെ നിന്ന് ജയിച്ചു വന്ന, രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം അവിടെ നിന്ന് ജയിച്ചു വന്ന MP-യുടെ പേര് BJP സ്ഥാനാർത്ഥിയല്ല, അത് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് പറയുമ്പോൾ അത് ഈ രാജ്യത്തെ വോട്ടർമാരുടെ പ്രബുദ്ധതയുടെ ഏറ്റവും പ്രകടമായ ഉദാഹരണം. അപ്പൊ ജനങ്ങൾ ഒരു സന്ദേശം തരുന്നു. ആ സന്ദേശത്തെയാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. താഴെത്തട്ടിൽ ജനങ്ങൾ നമ്മുടെ പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുമ്പോൾ, അതുകൊണ്ടാണല്ലോ ഇപ്പോ കാസർഗോഡ് ജില്ലയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ഒരു കാലഘട്ടത്തിൽ ഈ ജില്ലയിൽ, ഈ പാർലമെന്റിനെ അറിയപ്പെടുന്നത് CPM-ന്റെ രാജ്യസഭയല്ല. CPM-ന്റെ ഏത് നേതാവും നോമിനേഷൻ കൊടുത്താൽ ജയിച്ചു പോകുന്ന സാഹചര്യമുള്ളൊരു മണ്ഡലം. നോമിനേഷൻ കൊടുത്താൽ പ്രവർത്തിക്കുക പോലും വേണ്ട, MP ആയാലും പ്രവർത്തിക്കേണ്ടാത്ത മണ്ഡലം. അങ്ങനൊരു മണ്ഡലത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷകരവും അഭിമാനകരമായി തോന്നിയത് രാജ്ഭവനിൽ ജയിച്ചപ്പോൾ അതിന് മുൻപൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കേരളത്തിൽ എല്ലാ ദൃശ്യമാധ്യമങ്ങളുള്ള ചില മാർക്സിസ്റ്റ് ചിന്താഗതിക്കാരായ കമ്മ്യൂണിസ്റ്റ് ഭക്തന്മാരായിട്ടുള്ള ചില അവതാരകരും കുറെ സർവേകൾ നടത്തി. ആ സർവേകളുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം. അതിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് കണ്ടുപോകുന്നില്ല. ആ സർവേകളിൽ ചില സർവേകൾ നമ്മുടെ കണ്ണൂരിൽ KPCC പ്രസിഡന്റ് മത്സരിച്ച മണ്ഡലത്തിലെ റിസൾട്ട് മാറ്റി വെച്ചേക്കാണ്. കാരണം ഇഞ്ചോടിഞ്ച് മത്സരം ആരാ ജയിക്കുന്നതെന്ന് പറയാൻ ഞങ്ങൾക്ക് ഇവിടെ പ്രവചിക്കാൻ വേണ്ടിയിട്ടില്ല. ഒപ്പത്തിനൊപ്പം ചിലരൊക്കെ പറഞ്ഞു KPCC പ്രസിഡന്റ് ബഹുദൂരം പിന്നില്ല, 10% പിന്നിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. റിസൾട്ട് വന്നപ്പോൾ ജനം വോട്ട് ചെയ്തപ്പോൾ ഏതാണ്ട് 1.5 ലക്ഷം വോട്ടിന് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ച ആളുടെ പേര് K. സുധാകരൻ ആണെന്നുള്ളതാണ് ഈ സർവേകളുടെ പ്രത്യേകത. ഞാൻ പറഞ്ഞത് അങ്ങനെ പക്ഷപാതത്തോടുകൂടി പെരുമാറിയ സർവേകൾ പോലും ഒരു കാലഘട്ടത്തിൽ CPM-ന്റെ രാജ്യസഭയെന്ന് വിശേഷിപ്പിച്ചിരുന്ന കാസർഗോഡ് മണ്ഡലത്തെ അത് ഇടതുപക്ഷത്തിന് കൊടുക്കാൻ തയ്യാറായില്ല സർവേകളിൽ പോലും. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 5 വർഷക്കാലം ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണി നടത്തിയ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ, 5 വർഷക്കാലമായി ഒരു MP എന്ന നിലയിൽ ശ്രീ രാജ്മോഹൻ നടത്തിയ പ്രവർത്തനങ്ങൾ, അതായത് സന്ദേശം വ്യക്തമാണ്. നിങ്ങൾ പ്രവർത്തിക്കുവാൻ, നിങ്ങൾ ജനങ്ങൾക്കൊപ്പം നിൽക്കുവാൻ തയ്യാറാണ് എങ്കിൽ നിങ്ങളെ ജയിപ്പിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന ജനങ്ങളുടെ സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് യങ് ഇന്ത്യ ക്യാമ്പയിൻ മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ട് ഈ പേര് തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ കൃത്യമായി അദ്ദേഹത്തെ ഗാന്ധിയുടെ ദാർശനികതയ്ക്ക് വലിയ പ്രസക്തിയാണ്. ഞാനിപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പാർലമെന്റിൽ MP-മാർ സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങ് കാണാൻ, ആ ചടങ്ങ് കാണാൻ പോകുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പാർലമെന്റിൽ പോകുന്നത്. അവിടെ നോക്കുമ്പോൾ സെൻട്രൽ ഹാളിൽ ഗാന്ധിജിയുടെ എതിരായിട്ട് സമർപ്പിത ചിത്രം, നമ്മൾ നിലവിൽ നമ്മൾ വാർത്തകൾ വായിച്ചു, പക്ഷേ നേരിട്ട് ആ ചിത്രം കണ്ടപ്പോൾ എനിക്ക് വലിയ പ്രയാസം തോന്നി, മാനസികമായ വലിയ സങ്കടം തോന്നി. കാരണം ഗാന്ധിക്ക് നേരെ ഗാന്ധി ഘാതകന്റെ ചിത്രം ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഗാന്ധിക്ക് പ്രസക്തി ഉള്ളത് കൊണ്ടാണ്, ഗാന്ധിയുടെ പ്രസക്തി വർദ്ധിക്കുന്നത് കൊണ്ടാണ് യങ് ഇന്ത്യ എന്ന പേര് താഴെ തട്ടിൽ ബൂത്ത് തലത്തിലെ നേതാക്കന്മാർ, ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവർ പ്രവർത്തകരാണ്, ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഓരോ ബൂത്തിന്റെ നേതാക്കന്മാരാണ്. സാധാരണ എല്ലാ ഘട്ടത്തിലും ഇങ്ങനെ ഒരു സമ്മേളനം നടക്കുമ്പോൾ പരിപാടി അവസാനിക്കുകയാണ് ചെയ്യാറ്. ഇതിന്റെ പ്രത്യേകത, യങ് ഇന്ത്യ ക്യാമ്പയിന്റെ പ്രത്യേകത, നിങ്ങൾ കഴുത്തിലേക്ക് ബാധിക്കുമ്പോൾ പരിപാടി അവസാനിക്കുകയല്ല, ഇന്നിവിടെ നന്ദി പറയുന്നതോട് കൂടിയിട്ട് പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. നിങ്ങളിപ്പോൾ ബൂത്ത് തല നേതാക്കന്മാരാണ്. അടുത്തൊരു 3 മാസക്കാലം ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾ നടത്തേണ്ടത് ഒരു പിടി ബൂത്ത് ലെവൽ ആക്ടിവിറ്റീസ്. 1 മാസത്തിനുള്ളിൽ
നിങ്ങൾ നിങ്ങളുടെ പ്രദേശത്ത് ബൂത്ത് കമ്മിറ്റികൾ രൂപീകരിക്കണം. ഏറ്റവും ചുരുങ്ങിയത് ഏറ്റവും ദുർബലമായ പ്രദേശമാണ്, 5 പേര് മതി. 5 പേര് 5 പുതിയ ചെറുപ്പക്കാരെ കണ്ടെത്തി നിങ്ങൾ വീടുകളിൽ പോയി ചെറുപ്പക്കാരെ കണ്ടെത്തി ബൂത്ത് കമ്മിറ്റികൾ രൂപീകരിക്കണം. അതിനുശേഷം മെമ്പർഷിപ്പ് ക്യാമ്പയിൻ, ഡിജിറ്റലായ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നമ്മൾ നടത്താൻ പോവുകയാണ്. 18 വയസ്സ് പൂർത്തീകരിച്ച ജനാധിപത്യ ബോധ്യത്തോടുകൂടി നിൽക്കുന്ന മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ തയ്യാറായിട്ടുള്ള ഏതൊരു ചെറുപ്പക്കാരെയും നിങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിലേക്ക് വീട്ടിൽ പോയി സ്വാഗതം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകണം. അങ്ങനെയുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിന് നിങ്ങൾ നേതൃത്വം കൊടുക്കണം. ഓഗസ്റ്റ് മാസം 9-ാം തീയതി വരാൻ പോവുകയാണ്. ഓഗസ്റ്റ് മാസം 9-ാം തീയതി നമുക്കിതിന് यूथ कांग्रेस ने सबसे ज्यादा रोल लिया और किया करके दिल्ली में हम लोगों को आईवाईसी में राहुल गांधी जी को, हमारे इंचार्ज कृष्णा जी को और ऑर्गेनाइजेशन जनरल सेक्रेटरी एसी वेणुगोपाल जी ने आप लोगों को बोलना, इस विधानसभा चुनाव में यूथ कांग्रेस ने सबसे ज्यादा मेहनत और जो रोल सरकार लाने में किया करके ये बात हम लोगों को सुनना है। जब भी मैं कासरगोड आता हूँ, जो मेरे को हमेशा याद आता है, हमारा बीच में 2 लोग नहीं है, कृपेश और शरद लाल। वो लोग आज हम लोगों के नहीं है बीच में, बट उनका सोच, उनका लड़ाई, वो लोग ने काम करके हम लोगों के बीच में आजानो केरला में आजानो शरद लाल, आजानो कृपेश को उन लोग ने क्रिएट करके गया है। मैं भगवान से भी मैं प्रेयर करता हूँ उनके आत्मा को शांति मिले, उन परिवार को भी भगवान ने और शक्ति दे और हमेशा उन परिवार के साथ यूथ कांग्रेस ने लगातार आप लोगों ने उनके साथ खड़ा है। यही मैसेज पूरा केरला में कोई भी ऑफिस लेवल का कोई कुछ ऐसे तकलीफ के समय में कोई उनके समस्या में ट्रबल हो, उसका तुरंत यूथ कांग्रेस उनके परिवार के साथ खड़ा होना और उनके साथ रहने का पूरा मैसेज आप लोगों को देना है। और जो आप लोग ने जो 2 तारीख अक्टूबर के लिए प्रोग्राम दे रहा है और 15-15 को भी दे रहा है, उसमें मेरा एक सजेशन है, जो अपने अपने मंडल में बूथ में जो भी फ्लॉगास्टिंग का प्रोग्राम होगा, उसमें सारा वुमेन के हाथ में आपने फ्लॉगास्टिंग का ऐसे कार्यक्रम आप लोग ने उसमें इन्वॉल्व करेगा तो थोड़ा और अच्छे मैसेज जाएगा। वो आप लोग ने देख के आपको इस कार्यक्रम को आगे आप लोग ने करना चाहिए। और आईवाईसी के लिए आप लोगों की तरफ से हम लोगों को लिस्ट सबमिट होना, पुष्पलता जी, जो भी ऑफिस बेयर है, स्टेट ऑफिस बेयर, डिस्ट्रिक्ट ऑफिस बेयर और असेंबली ऑफिस बेयर, मंडलों और बूथ लेवल में जो मेहनत किया है, सबसे ज्यादा लोगों को जोड़ने का काम, ऑर्गेनाइजेशन को बूथ लेवल में स्ट्रेंथन करने का काम, और जो भी वहाँ वोटर लिस्ट से लेके जो सबसे ज्यादा मेहनत करेगा, आप लोग ने ऐसे लोगों को आइडेंटिफाई करके आईवाईसी को भी एवरी मंथ आपने लिस्ट भेजना चाहिए। उसमें पता रहा है पूरा कभी भी जो मेहनत किया, जो काम किया, कितने लोग हार्डवर्क किया, उनके साथ इंजस्टिस नहीं होना कोई ऑफिस का। इसीलिए पूरा उन लोगों का रिकॉर्ड लेने से कल कोई भी आए नहीं आए, आगे वो एकदम उसको कंटिन्यू पूरा रिकॉर्ड पिछला आप लोगों का टेन्यूर में जो काम किया है उसका आइडेंटिफिकेशन के साथ। और दिल्ली में जब भी बड़ी लेवल पे हम लोग ने और एक नेशनल कन्वेंशन होना है, उसमें जो केरला में सबसे ज्यादा हार्डवर्क ऑफिस बेयर है, उनको रिवार्ड वहाँ उस नेशनल कन्वेंशन में उन लोगों को रिवार्ड दिलाने का काम राहुल मागुटर, आप पुष्पलता जी और सारे प्रदेश पदाधिकारी आप लोगों को उसको देना है। मैं ज़्यादा नहीं कहना चाहता हूँ, जो समय बहुत कम है, टाइम वेरी शॉर्ट है, अभी से आप लोग ने तैयारी करना है। विधानसभा में यहाँ कांग्रेस सरकार लेके आके संविधान को बचाना और लोकतंत्र को बचाने के लिए आप सब लोग एक बड़ा देश में एक मैसेज देना है। केरला में इस बार कांग्रेस सरकार लाके केरला को भी बचाने का काम जो पिनराई विजयन सरकार ने किस तरीके से
जो सेंट्रल में नरेंद्र मोदी इस तरीके के वो वहाँ सत्ता चला रहे, उसी स्टाइल में यहाँ केरला में पिनराई विजय चल रहा है। तो इन दोनों को भी मैसेज देने का और तमाम ऐसे केरला को बचाने का, युवा हो, किसान हो, छात्र हो, सबको बचाना है तो केरला में आप लोग या सरकार लाने का सबसे ज्यादा अहम भूमिका सारे युवा कांग्रेस साथी को लेना है। मैं दिल से आप लोगों को धन्यवाद करता हूँ। इस तरीके का कार्यक्रम आप लोगों ने पूरा 60 डेज के लिए आप लोगों ने कार्यक्रम लगाया है। ये पूरा कार्यक्रम होने के बाद जो ट्रेनिंग से लेके तमाम चीजें आप लोग ने जल्दी करें और आने वाले दिन में कांग्रेस पार्टी का सारे डीसीसी और मंडलम सबके साथ मिलके पार्टी को मजबूत करने का काम आप लोग करें। तो मेरे को यहाँ आज इस कार्यक्रम में बुलाया, इस विधानसभा में बूथ लेवल का आप लोग ने जो कार्यक्रम रखा है, ये इंडिया कार्यक्रम, उसके लिए मैं दिल से धन्यवाद करना चाहता हूँ। और जो महात्मा गांधी जी का जो आइडियोलॉजी है, जो कांग्रेस का आइडियोलॉजी है, ये आइडियोलॉजी को बूथ लेवल तक लेके जाने का और महात्मा गांधी जी का लेगेसी, इंदिरा गांधी जी का लेगेसी, नेहरू जी का लेगेसी और राजीव गांधी जी का जो लेगेसी है, किस तरीके से राहुल गांधी जी ने भारत जोड़ो यात्रा पूरा कन्याकुमारी से कश्मीर तक किया, उसके बाद में जो लोकसभा रिजल्ट में कहाँ राहुल गांधी जी ट्रैवल किया, वहाँ पूरा सबसे ज्यादा लीडों से जो लोकसभा प्रत्याशी जीता है, वो सारी चीजों को लोगों से साथ आप लोग डिस्कस करें। इसी बातों से मेरा बात को मैं विराम दे रहा हूँ और जय हिंद, जय कांग्रेस पार्टी। ഉദ്ഘാടനം കാഞ്ഞങ്ങാട് നിയോജകമണ്ഡല പ്രസിഡന്റ് ഷിബിൻ നമ്മൾ പുതിയതായി യൂത്ത് കോൺഗ്രസിന് രൂപീകരിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട അഖിലേന്ത്യാ അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. അടുത്തതായി യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ഈ അസംബ്ലി തല ബൂത്ത് തല നേതാക്കന്മാരുടെ യോഗം വിളിക്കുന്ന ഒരാലോചനകളൊക്കെ ഞങ്ങൾ തമ്മിൽ നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആലോചന പോലും ഞങ്ങളുടെ സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത്. KPCCയുടെ ചുമതല വഹിക്കുന്ന KPCC ഉപാധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ VT ബലറാമിനെ ഈ യോഗത്തെ അഭിസംബോധന ചെയ്യാനായിട്ട് ക്ഷണിക്കും. പ്രിയപ്പെട്ട രാഹുൽ, ആദരണീയനായ ശ്രീനിവാസി, പ്രിയപ്പെട്ട പുഷ്പലത, വൈശാഖ്, ശ്രീ അഭിമർക്കി, ജനീഷ്, അനുരാജ്, ഷിബിന, ജോമോൻ, ഉമേഷ്, കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉദ്യോഗസ്ഥനായ അധ്യക്ഷൻ കാർത്തികേയൻ, ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ,